റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ജപ്പാനിൽ നടന്ന രാജ്യാന്തര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി ഗ്ലാസ്ഗോ മലയാളിയും കുട്ടനാട് പുളിങ്കുന്ന് സ്വദേശിയുമായ ടോം ജേക്കബ്. ചിബാക്കെനിലെ മിനാബിസോ സിറ്റിയിൽ ലോകത്തിലെ പ്രഗത്ഭരായ കരാട്ടെ മത്സരാർത്ഥികൾക്കൊപ്പം 2 ദിവസത്തെ പോരാട്ടത്തിലൂടെയാണ് ടോം ഈ ചാമ്പ്യൻഷിപ്പ് പട്ടം നിലനിർത്തിയത്. മാർഷൽ ആർട്സിന്റെ ഏറ്റവും ഉയർന്ന റാങ്കുകളിലൊന്നായ 8ാം ഡാൻ കരസ്ഥമാക്കിയ ടോം കരാട്ടയിൽ ഗ്രാൻഡ് മാസ്റ്റർ റാങ്കുള്ള വ്യക്തിയാണ്. കരാട്ടയിൽ പരിചയം, അറിവ്, കഴിവ്, സാങ്കേതികത്വം, അച്ചടക്കം, പെരുമാറ്റം തുടങ്ങിയ വ്യക്തിഗത മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് റാങ്കിംഗ് നൽകുന്നത്. ഇത്തവണയും വിജയത്തിലൂടെ കരാട്ടെ ആയോധന കലയിലെ ഏറ്റവും ഉയർന്ന സീനിയർ മാസ്റ്റർ തിലകം എന്ന ബഹുമതിയായ ഹാൻഷി പദവിയും ടോം ജേക്കബ് കരസ്ഥമാക്കി. റിയൽ ലിവിംഗ് വേജ് ഉയരുന്നതോടെ 5 ലക്ഷത്തോളം പേർക്ക് അവരുടെ വേതനത്തിൽ വർധനവുണ്ടാകും. യഥാർത്ഥ ജീവിത ചെലവുകളെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ഒരു വോളണ്ടറി വേതനമാണ് റിയൽ ലിവിംഗ് വേജ്. 16,000-ലധികം തൊഴിലുടമകൾ ഇപ്പോൾ ഈ വേതനം മണിക്കൂറിൽ 85 പെൻസ് വർദ്ധിച്ച് 13.45 പൗണ്ട് ആയിരിക്കുകയാണ്. ലണ്ടനിൽ 95 പൗണ്ട് വർദ്ധിച്ച് 14.80 പൗണ്ടും ആയിട്ടുണ്ട്. ഈ നിരക്കുകൾ നിശ്ചയിക്കുന്ന ലിവിംഗ് വേജ് ഫൗണ്ടേഷൻ പറയുന്നത് ഈ വർഷത്തെ വേതന വർധനവോടെ ഒരു പൂർണ്ണ സമയ തൊഴിലാളിക്ക് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനത്തേക്കാൾ പ്രതിവർഷം 2,418 പൗണ്ട് അധികമായി ലഭിക്കും. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ജാഗ്വർ ലാൻഡ് റോവറിന് നേരെയുണ്ടായ സൈബർ ആക്രമണം UK സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയായി. ഓഗസ്റ്റിൽ നടന്ന ഈ ആക്രമണത്തിൽ ഏകദേശം 2.5 ബില്യൺ നഷ്ടം സംഭവിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സൈബർ മോണിറ്ററിംഗ്, സെൻസറിംഗ്, വിലയിരുത്തൽ, JLRന്റെ ഫാക്ടറികളും വിതരണ ശൃംഖലയിൽ തകരാറിലായതോടെ ഉൽപാദനം താൽക്കാലികമായി നിലച്ചു. UK ഇതുവരെ സംഭവിച്ച ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിയ സൈബർ ആക്രമണമായി ഇത് മാറിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. JLRന്റെ 3 ഫാക്ടറികളിൽ പ്രതിദിനം ഏകദേശം 1000 വാഹനങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. 6 ആഴ്ച നീണ്ട അടച്ചുപൂട്ടൽ $2.55 ബില്യൺ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയതായി കണക്കാക്കപ്പെടുന്നു. ആഴ്ചതോറും 50 മില്യൺ യൂറോയുടെ നഷ്ടം സംഭവിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ പരിഹസിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നല്ല വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ വരട്ടെ എന്ന് വട്ടവട കോവിലൂരിൽ സംഘടിപ്പിച്ച കലുങ്ക് സൗഹൃദ സദസ്സിൽ സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PMAY പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ വാക്കുപാലിച്ചില്ലെന്നും ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണമെന്നും സുരേഷ് ഗോപി സദസ്സിൽ ആവശ്യപ്പെട്ടു. വട്ടവട പഞ്ചായത്തിലെ 18 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പിന്നാക്ക പഞ്ചായത്തായ വട്ടവടയിൽ റോഡ്, സ്കൂൾ, കൃഷി, വന്യമൃഗശല്യം, ആശുപത്രി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ജനങ്ങൾ പരാതിയായി മന്ത്രിക്ക് മുൻപിൽ അറിയിച്ചു. കലുങ്ക് സദസ് ആരംഭിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപിയും സംഘവും മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കൊട്ടാക്കമ്പൂരിലെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചിരുന്നു. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് 500 പേരിൽ നിന്നും പണം തട്ടിയെടുത്ത ആൾ പിടിയിൽ. ഇടുക്കി കരിമ്പൻ മണിപ്പാറ കാവുംപറമ്പിൽ വീട്ടിൽ ജ്യോതിഷ് KJ ആണ് എറണാകുളം സെൻട്രൽ പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത്. താടിയും മീശയുമൊക്കെ കളഞ്ഞ് രൂപമാറ്റം വരുത്തി വിമൽ എന്ന പേരിലായിരുന്നു ഇയാളുടെ ബംഗളൂരിലെ ഒളിവ് ജീവിതം. ബെഥനീസ് ടൂസ് പ്രൈ ലിമിറ്റഡ് കമ്പനിയുടെ മറവിലായിരുന്നു ജ്യോതിഷിന്റെ ജോലി തട്ടിപ്പ് അരങ്ങേറിയത്. കൊച്ചി കേന്ദ്രമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജ്യോതിഷും കൂട്ടാളികളും ഓഫീസ് സ്ഥാപിച്ചിരുന്നു. ഈ സ്ഥാപനങ്ങളിലൂടെയെല്ലാം ഇവർ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ ശ്രമിച്ചിരുന്നു എന്നാണ് വിവരം. പ്രധാനമായും കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ചെറുകിട ജോലികൾ വാഗ്ദാനം ചെയ്ത ഇരകളെ ആകർഷിച്ചത്. ഇതിനായി വിവിധ ഗഡുക്കളായി 1.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ഇവർ കൈപ്പറ്റി. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുണ്ട്. സിനിമയിലെ പ്രമുഖ സംഘടന സംവിധായകനും നിർമ്മാതാവുമായ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു. ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഫാസിൽ, സിദ്ദിഖ്, സിബി മലയിൽ തുടങ്ങിയ സംവിധായകരുടെ സിനിമകൾക്കായി സംഘടനകൾ ഒരുക്കിയിട്ടുണ്ട്. മൈ ഡിയർ കരടി, കയ്യെത്തും ദൂരത്ത്, ബോഡി ഗാർഡ് തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. അന്തരിച്ച മലേഷ്യ ഭാസ്കറിന് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ. ഇനി കായിക വാർത്തകൾ. സൂപ്പർ താരം രോഹിത് ശർമ്മ തിളങ്ങിയിട്ടും ഓസ്ട്രേലിയക്കെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി. 2 വിക്കറ്റ് വിജയമാണ് ഓസ്ട്രേലിയ അഡ്ലൈഡിൽ സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തി 265 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയക്ക് 46.2 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തി. ജയത്തോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഓസീസ് 2-0 സ്വന്തമാക്കി. പരമ്പരയിലെ അവസാന മത്സരം 25-ാം തീയതി സിഡ്നിയിൽ നടക്കും. പൗണ്ട് വിനിമയ നിരക്ക് 117.20 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.